ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 1 കിലോഗ്രാമിനൊക്കെ ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 2 വിധത്തിലുള്ള ചോക്ലേറ്റ് കേക്കുകളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാനില സ്പോഞ്ച് കേക്ക് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. 1 കിലോഗ്രാമിന് ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാനില കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 2 വിധത്തിലുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് അളവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ 3/4 കപ്പ് മൈദയുമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദയും കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഇപ്പോൾ 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അളവാണ് കേട്ടോ ഇത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ച് വലിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചത് ഒന്നിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഒന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് ബാച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കേക്ക് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്തതാ ഇതുപോലെ ആയി വരണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വിസ്ക് എടുത്ത് നോക്കിയാൽ റിബൺ പോലെ വീഴുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. കട്ട കെട്ടാതെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഇത് നല്ലതാണ്. അപ്പോൾ മുട്ട പൊങ്ങിയതൊന്നും താഴ്ന്നു പോവാത്ത രീതിയിൽ വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. പൊടി ഒന്നിച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലെ യോജിപ്പിച്ചെടുക്കാൻ. ആദ്യത്തെ ബാച്ച് ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ബാച്ച് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താക്കി എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാതിരുന്നതാണ് കേട്ടോ, വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കും കേട്ടോ. റിബൺ പോലെ വീഴുന്ന ആ ഒരു പരുവത്തിലുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കിന് വേണ്ടത്. പൊടികളെല്ലാം ഇതിൽ നന്നായിട്ട് ഇതുപോലെ യോജിച്ച് കിട്ടിയാൽ പിന്നെ ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്താലാണ് നമ്മുടെ കേക്ക് ബേക്കായിട്ട് പിന്നെ ചൂടാറി കഴിയുമ്പോൾ ആ കേക്കിൻ്റെ മുകളിൽ ഒട്ടലൊക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കാതിരിക്കുക. ഇത്രയും മതി.
ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ലെയർ ആയിട്ടുള്ള കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് സ്ക്യൂർ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ, മാവൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കേക്ക് എല്ലാ ഭാഗവും ഒരേ നിരപ്പായിട്ട് കിട്ടും കേട്ടോ. മുകൾ ഭാഗം ഒന്നും പൊങ്ങി നിൽക്കാത്ത രീതിയിൽ ഒരേ നിരപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാ കണ്ടല്ലോ, കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അടുത്ത കേക്കിലേക്ക് നമ്മൾ ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മളിവിടെ ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുത്തത് കാരണം ഇത് പെട്ടെന്ന് തന്നെ ബട്ടർ മിൽക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദ എടുത്തിട്ടുള്ളത് 1/2 കപ്പും പിന്നെ 1/3 കപ്പുമാണ് കേട്ടോ. അതായത് 1/2 കപ്പും 5 ടേബിൾ സ്പൂണും മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/3 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതായത് 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഹെർഷീസിൻ്റെ ലൈറ്റ് കളറിലുള്ള കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഇല്ലാതെയും ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വിസ്ക് വെച്ചിട്ട് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെറ്റ് ഇൻഗ്രീഡിയൻസ് മറ്റൊരു ബൗളിൽ എല്ലാം കൂടെ ഒന്നിച്ചാക്കി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഓരോന്നും നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള കോഫി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്തതാണിത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് പെട്ടെന്ന് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി കോഫിയുടെ ഫ്ലേവർ വേണ്ടാന്നുള്ളവർക്ക് സാധാരണ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ ഈ ഒരു കേക്കിന് വേണ്ടത്.
ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഓരോ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടോ 35 മിനിറ്റ് കഴിഞ്ഞിട്ടോ ഒന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് ആണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. ഇനി കേക്ക് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്കിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ 2 കേക്കുകളും നമുക്ക് ഏത് കേക്കിന് വേണമെങ്കിലും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.